അടിപൊളി. ഞാൻ ഉണ്ടാക്കാന്ന് പറയണം. അരിപ്പൊടി എടുക്കുന്നേ. 3 പഴം എടുത്തിട്ടുണ്ട്. 3 പഴം വേണ്ടായിരുന്നു. എടുക്കട്ടല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട പുറം നല്ല മുരിഞ്ഞും അകം സോഫ്റ്റ് ആയിട്ടല്ലോ. ഒരു കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാതെ. പഴവും പിന്നെ ജീരകം, ഫ്ലേവറിന് വേണ്ടിട്ട്. ഇഷ്ടമില്ലെങ്കിൽ ഈ ജീരകം ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. പഴമൊക്കെ അരിഞ്ഞ് വെച്ച് എന്തുവാടാ പഴം ജീരകം ഇട്ടെ. ഇതിന് മണിക്കൂർ വെക്കണം. 10 മിനിറ്റ്. കുറച്ച് സോഡാപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. 10 മിനിറ്റ് ഒന്നും വെക്കണില്ല. ചെറിയ ഇരിക്കട്ടെ. കുറച്ച് ഏലക്കാപ്പൊടിയെ മിക്സ് ചെയ്യുന്നു. ശർക്കര ഇടണം. സോഡാപ്പൊടി കുറച്ചിട്ടാ. നമ്മുടെ മിക്സ് ഇല്ല, ഇനി ശർക്കര ഉണ്ട്. ശർക്കര കിടക്കുന്നു. ഇല്ല, എന്നിട്ട് അരയേണ്ടത്. ഇച്ചിരൂടെ ശർക്കര വേണം. അല്ല, ഇനിയിപ്പോ ശർക്കര ഒഴിക്കണ്ട. കുറച്ച് വെള്ളം ചേർക്കാം. കാരണം അല്ലെങ്കിൽ മധുരം കൂടി പോകും. ഓക്കെ, ഇത് അരച്ചിട്ടോ. ഇന്നലെ ഞാനൊരു ട്രയൽ പോലെ ചെയ്തത്. കാരണം ഉണ്ണിയപ്പ ചട്ടിന്ന് അത് ഇളകുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കണം. കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് എന്താണ് ഉണ്ണിയപ്പത്തിന്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാവേ, പരിതരിപ്പിന് വേണ്ടിട്ട്. ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ഇടാവോ? ഇടാം. പക്ഷെ എനിക്കിഷ്ടം. എനിക്ക് നാളെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. അത് ഉണ്ണിയപ്പ ചട്ടിക്കകത്തിന്ന് ഉണ്ണിയപ്പം ഇളകി വരത്തില്ലായിരുന്നു. ഉണ്ണിയപ്പം ഒഴിച്ചിട്ട് പകുതി ഉണ്ണിയപ്പ ചട്ടിക്കകത്തും പകുതി മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച് എന്തോ ഇനി ആദ്യം ഞാൻ വിചാരിച്ച മാവിന്റെ കുഴപ്പമാണോ വിചാരിച്ചേ. പിന്നെ ഞാൻ മമ്മിയോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഇളകുന്നില്ലെന്ന്. അപ്പൊ മമ്മി എന്റെ അടുത്ത് തന്നെ ഉണ്ണിയപ്പ ചട്ടിക്കകത്ത് കുറച്ച് സവാളയും വിനാഗിരിയും സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാൻ പറ്റും. തിളപ്പിച്ച് കഴുകിയതിന് ശേഷം പിന്നെ നമ്മള് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് അതിനകത്തോട്ട് നല്ലെണ്ണ തേച്ച് വെക്കാൻ പോകും. ഞാൻ ഈ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്തെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകിയിട്ട് അങ്ങ് ഡ്രൈ ആക്കി വെക്കും. അതിൽ എണ്ണ ഒന്നും തൂക്കത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത് അതിങ്ങനെ ഒട്ടിയോട്ടിരിക്കുന്നത്. ഞാനൊരു ഒരു വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞത് എന്നാ സക്സസ് ആയി വരുമോ എന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇന്നലെ ഒന്ന് ട്രയൽ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോ ആദ്യത്തെ ട്രിപ്പില് കുറച്ച് ഇളകി വരാൻ ഒരു കുറച്ച് പാടുണ്ടാകും. പിന്നെ ഇളകി കിട്ടി. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ. ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. ചിലതിനകത്ത് എണ്ണയും ചിലതിനകത്തല്ല. കുറച്ച് ഗീയും കുറച്ച് എണ്ണയുമാണ്. കൂടുതൽ എണ്ണയും കുറച്ച് ഗീയും. ഓക്കെ, എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ ഒഴിക്കാം. കൈ കൊള്ളുന്നു. ബാക്കി കൂടെ ഒഴിച്ചിട്ടാ മാറ്റുള്ളൂ. ടെക്നിക്ക് ഇതാവരുതില്ല. പറയാ
ചൂട്. നല്ല ചൂടാണ്, കൈ പൊളിഞ്ഞു. കൈ വെച്ച് കഴിക്കാൻ ചൂടാ. പൊള്ളുന്ന ചൂടാ. അടിപൊളി. ഞാൻ ഉണ്ടാക്കാന്ന് പറയാം. ഇതാ സൂപ്പറാ. തണുത്തിട്ട് കഴിക്കണം. എനിക്ക് ചൂടോടെ സ്വർണ്ണുണ്ട്. നാളെ ഇത് കഴിച്ച എന്റെ കുഞ്ഞി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മാതരി നിന്നാ കഴിക്കും. അതാ എന്തെങ്കിലും കഴിക്കാം. ഇത് ഒരെണ്ണം കഴിച്ചിട്ട് അടുത്തത് വേറെ കഴിച്ചത്. അത് ഞാൻ രണ്ടു തിന്നേ. ആ പോയിട്ട് ബാക്കി എനിക്കുള്ള പറ്റിയിരുന്നോ ഇങ്ങനെയുള്ള മുരിഞ്ഞല്ലേ ഇപ്പൊ ഇത് മൈദ ഇട്ടിരുന്നുണ്ടോ വേണ്ട വേണ്ട